കഴിക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? ഒരച്ഛനാവാനുള്ള രൂപേഷേട്ടന്റെ മോഹം ഞാനായിട്ട് ഇല്ലാതാക്കുന്നത്. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് രൂപേഷേട്ടനെ വിട്ടുപോകാനാവുന്നില്ലല്ലോ. ഇപ്പോ വയറുവേദന മാറി. നമുക്ക് ഐസിയുവിന്റെ മുന്നിലേക്ക് പോവാം. നമ്മളിവിടെ മാറി നിന്നാ പവിത്രൻ സാറിന്റെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ലല്ലോ. അമ്മയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. വീട്ടിൽ ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ടും അമ്മയെ അറിയിച്ചില്ല എന്ന് പറഞ്ഞാ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം വരും. പവ്യങ്ങളിന് എന്തേലും പറ്റിയെന്നറിഞ്ഞാ അമ്മയ്ക്ക് വലിയ വിഷമാവും. കുറച്ച് ദിവസമായിട്ട് അമ്മ എന്തോ വലിയൊരു പ്രയാസത്തിലാണെന്ന് തോന്നുന്നു. ഗീതമാമ്മയെ നാട്ടിലേക്ക് പറഞ്ഞയച്ചത് പോലും തറവാട്ട് ക്ഷേത്രത്തിൽ എന്തോ പരിഹാര പൂജ ചെയ്യിക്കാനാ. പാവം അമ്മ. എന്തൊക്കെയോ പ്രയാസങ്ങൾ മനസ്സിലൊതുക്കി അമ്മ നടക്കുന്നത്. ജൂൽസിന്റെ അടുത്തും അമ്പലങ്ങളിലും ഒക്കെ അമ്മ ഓടി നടക്കുവോ. ഞാൻ കാരണം അന്ന് ബലികർമ്മങ്ങൾ തടസ്സപ്പെടുകയും ചെയ്തു. അത് പിന്നെ ചോട്ടൂന് അപകടം പറ്റിയെന്ന് അറിഞ്ഞിട്ട് അത് അന്വേഷിക്കാതെ അവിടെ ഇരുന്ന് കർമ്മം ചെയ്യാൻ പറ്റുമോ? എല്ലാം എന്റെ തെറ്റാ. അതപ്പോ നിങ്ങളോട് പറയാതെ ഞാൻ അങ്ങ് പോയാ മതിയായിരുന്നു. ഇനിയിപ്പോ ബലികർമ്മങ്ങൾ മുടങ്ങിയതിന് എന്ത് പരിഹാരം ചെയ്താലാ രക്ഷയുണ്ടാവുക? രൂപേഷേട്ടൻ ഗിരിജാ മേഡത്തിന്റെ അടുത്തേക്ക് ചെല്ല. എന്തെങ്കിലും ആവശ്യം വന്നാ നമ്മളിൽ ആരെങ്കിലും അവിടെ ഉണ്ടാവണം. അമ്മ സ്ഥലത്തില്ലാത്ത സ്ഥിതിക്ക് നമ്മളെങ്കിലും കൂടെ നിൽക്കണ്ടേ? നമ്മൾ അങ്ങോട്ടല്ലേ പോകുന്നത്, പിന്നെന്താ? അല്ല രൂപേഷേട്ടാ, എനിക്ക് അത്യാവശ്യമായി ഒരു സ്ഥലം വരെ പോണം. നമ്മുടെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം അവിടെ നിന്നാ. അതിനെല്ലാം പരിഹാരം കാണണം. അച്ഛൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടാൻ നടത്തിയ പരിഹാര കർമ്മം മുടങ്ങിപ്പോയത് ഞാൻ കാരണമാണ്. അതിനെന്താ പ്രതിവിധിയെന്ന് അന്വേഷിക്കണം. ഇപ്പൊ ഈ വീട്ടില് അനർത്ഥം ഉണ്ടായത് പോലും അതുകൊണ്ടാണെന്ന് എനിക്ക് സംശയമുണ്ട്. ചോട്ടൂന് ആക്സിഡന്റ് ഉണ്ടായതും കുടുംബത്തിലുണ്ടായ അനർത്ഥമല്ലേ? പാവം ചോട്ടു. അവളെ രക്ഷിക്കാൻ പോയതിൽ എന്റെ അച്ഛന്റെ ആത്മാവിന് സന്തോഷം ഉണ്ടാവും. അതല്ല രൂപേഷേട്ടാ, എനിക്ക് പോയേ പറ്റൂ. അമ്പലം അടയ്ക്കുന്നതിന് മുൻപ് എനിക്ക് അവിടെ എത്തണം. പവിത്രൻ സാറിന് ഒരപകടവും സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം പ്രാർത്ഥിക്കണം. അതൊക്കെ പിന്നെയും ചെയ്യാലോ. ഈ സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതേ ഒട്ടും ശരിയല്ല. ദർശന ദയവ് ചെയ്ത് ഞാൻ പറയുന്നു ഒന്ന് കേൾക്കണം. അതിന് രൂപേഷേട്ടൻ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, പവിത്രൻ സാറിന് ആപത്തൊന്നും സംഭവിക്കാതിരിക്കാനാ ഞാൻ പോകുന്നത്. അത് മാത്രമല്ല, കുറച്ച് നാളായിട്ട് മരുവത്തൂരില് ആകെ പ്രശ്നങ്ങളാ. ഒന്നൊഴിയുമ്പോ അടുത്തത്. 5 ആശുപത്രിയിൽ നിന്ന് വന്നതേ ഉള്ളൂ. കണ്ടില്ലേ, പവിത്രൻ സാറ് ICUലായി. ഈയിടെയായിട്ട് ദർശന ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. പവ്യങ്ങൾ പറഞ്ഞപ്പോഴാ ദർശനയുടെ അസുഖം ഇത്രയും സീരിയസ് ആണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. താനെന്തോ ചെറിയ വയറുവേദനയും തലവേദനയൊക്കെ ഉണ്ടെന്ന് മുമ്പും പറയാറുണ്ടല്ലോ. പവ്യങ്ങൾ ഒത്തിരി വഴക്ക് പറഞ്ഞു. ഇനി പവിത്രൻ സാറ് എന്റെ യഥാർത്ഥ അസുഖം എന്താണെന്ന് മനസ്സിലാക്കി കാണുമോ? ഇല്ല, അതിനുള്ള സാധ്യതയില്ല. എന്റെ അസുഖം
പവിത്രൻ സാർ എങ്ങനെ അറിയാനാ? ആ, വെറുതെ പവിത്രൻ സാറ് രൂപേഷ് ചേട്ടനെ പേടിപ്പിക്കാൻ പറഞ്ഞതാ. ഒന്നുമല്ല, ഞാൻ കണ്ടതല്ലേ ദർശന കുറച്ചു മുമ്പ് വയറും പൊത്തിപ്പിടിച്ച് വിടുന്ന കരയുന്നോ. സ്ത്രീകൾക്ക് വയറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ സൂക്ഷിക്കണമെന്നാ അങ്കിള് പറഞ്ഞത്. അത് ശരിയല്ലേ? നമ്മുടെ പുന്നാരമോൾക്ക് കിടക്കാനുള്ള സ്ഥലമല്ലേ അത്. പാവം, ശരിയായ സത്യം രൂപേഷ് ചേട്ടൻ അറിഞ്ഞ അതെങ്ങനെ താങ്ങാൻ പറ്റും? എന്റെ ദേവി. അതുകൊണ്ടൊക്കെയാ ഞാൻ പറഞ്ഞത് എനിക്ക് അമ്പലത്തിലൊന്ന് പോണോന്ന്. നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ ആ അമ്മയുടെ അനുഗ്രഹം വേണം. പ്ലീസ് രൂപേഷ് ചേട്ടാ, എന്നെ തടയരുത്. രാവിലെ ഞാൻ അമ്പലത്തിലേക്ക് പോകാനിരിക്കുമ്പോഴാ ഈ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായത്. ഞാൻ പോയിട്ട് നേരെ ഇങ്ങോട്ട് തന്നെ വന്നോളാം. എങ്കിൽ പോയിട്ട് വാ. അല്ലെങ്കിലും എവിടെയെങ്കിലും പോണോന്ന് വിചാരിച്ചാ പിന്നെ ദർശനം. അങ്ങനെയൊന്നും പറയാതെ, എല്ലാ പ്രയാസങ്ങളും തീർക്കാനല്ലേ ഞാൻ പോകുന്നത്. പ്ലീസ്.